ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് KS-ന്റെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ക്ലാസ് ഇതിപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പ്രത്യേകിച്ച് ടോപ്പിക്സ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം പലർക്കും ടോപ്പിക് നമുക്ക് ഏതൊക്കെ സിലബസ് ആണ് വരുന്നത് ഇതിനെ പറ്റിയിട്ടൊക്കെ അത്ര ധാരണയില്ലാത്ത കുട്ടികളും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതെങ്ങനെയൊക്കെ പഠിക്കാം, നമ്മൾ ഈ ക്ലാസ് കൂടാതെ നമ്മൾ എടുക്കുന്ന ക്ലാസ് കൂടാതെ നിങ്ങൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതൊക്കെ ആയിരിക്കും പറയുന്നത്. നമ്മൾ ഈ ഒരു സെഷനിൽ കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഈ പണ്ട് സ്കൂളിലൊക്കെ തുടങ്ങുന്ന ദിവസത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസത്തിൽ മിക്ക ടീച്ചേഴ്സും ക്ലാസ് എടുക്കില്ല അല്ലേ. അപ്പം പിള്ളേർക്ക് ഒരു സന്തോഷം. അപ്പൊ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ടോപ്പിക് ആയിട്ടൊന്നും എടുക്കത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു പാറ്റേൺ വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ. നമുക്ക് അധികം സമയമില്ല, നമുക്ക് ഉള്ളൊരു ടൈമിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അത് വെച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ അങ്ങനെ ഒരു സെഷനാണ്. നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അപ്പം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നീട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ തന്നെ ഒരു സെഷൻ ഉണ്ടായിരിക്കും. അതല്ലാതെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, യെസ്. അപ്പോ എന്റെ പേര് റീവ, ഞാനാണ് നമുക്ക് ക്ലാസ്സസ് എടുക്കുന്നത് ഇംഗ്ലീഷിന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിലബസ് വെച്ചിട്ട് തുടങ്ങാം. സിലബസ് നോക്കുവാണെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എളുപ്പമുള്ള ടോപ്പിക്സ് ആണ്. ഇപ്പൊ സ്ഥിരമായിട്ട് നിങ്ങൾ PSC എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ റെയിൽവേ അല്ല ഞാൻ പറയുന്നത്, റെയിൽവേക്ക് ഇംഗ്ലീഷ് ഇല്ല, PSC ഒക്കെ ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള PSC ഒക്കെ വരുന്ന സിമിലർ ആയിട്ടുള്ള സിലബസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം PSC വരുന്ന ആ ഒരു ഡിഫിക്കൽറ്റി ലെവൽ ആയിരിക്കില്ല, കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ് ലെവൽ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ മറ്റേതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് നിങ്ങൾ ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഏത് ടോപ്പിക് ആണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കാരണം ടോപ്പിക് നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ടോപ്പിക് കൊടുത്തിരിക്കുന്നത് ടെൻസസ് ആണ്. ഈ ടെൻസസ് നമ്മൾ പഠിക്കണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ വേർബ് പഠിക്കും. ഓക്കെ, ടെൻസ് പഠിക്കുന്നതിന് മുമ്പ് വേർബ് പഠിക്കും. നമുക്ക് വേർബ് സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക് ആയിട്ട് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ നമുക്കിവിടെ ഫ്രേസൽ വേർബ് പഠിക്കാനുണ്ട്, പ്രിപ്പോസിഷണൽ വേർബ് പഠിക്കാനുണ്ട്, ഓക്സിലറി വേർബ് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അത് കൂടാതെ നമ്മൾ വേർബ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണും. വേർബിന്റെ പല ഫോം, V1 ഫോം, V2, V3, V4 ഇങ്ങനെ ഫോംസ് ഒക്കെ പഠിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു കാരണം എന്നാലേ നമുക്ക് ടെൻസ് പ്രോപ്പർ ആയിട്ട് കിട്ടുള്ളൂ. കാരണം വേർബ് പഠിച്ചാലേ ടെൻസ് കിട്ടുള്ളൂ. ടെൻസ് വെച്ച് കണക്ട് ചെയ്യുന്ന ടോപ്പിക്സ് നമുക്കുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണെങ്കിലും വേർബ് എടുത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. കാരണം വേർബ് അല്ലെങ്കിൽ ടെൻസ് എടുക്കത്തില്ല. കുറച്ച് ടെൻസ് എളുപ്പമാണ്, പക്ഷെ ഒന്നുകൂടി കുറച്ചൊന്ന് മയമുള്ള ഒരു ടോപ്പിക് ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സോ ടെൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എടുക്കുന്ന ഒരു ടോപ്പിക് വേർബ് ആണ്. ഓക്കെ, വേർബ്, പിന്നെ സിനോണിംസ്. ഈ വൊക്കാബുലറി കാറ്റഗറിയിൽ വരുന്നതാണ് സിനോണിംസ്. ഞാൻ വൊക്കാബ്സ് എന്ന് ഇടാം കേട്ടോ, വൊക്കാബ്സ്. ദെൻ ആന്റോണിംസ് വരുന്നത് അതും വൊക്കാബ്സ് കാറ്റഗറിയിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അത് വൊക്കാബ്സിൽ വരുന്നതാണ്. നിങ്ങൾക്ക് മിസ്പെൽഡ് വേർഡ്സ് ഒന്നും നിങ്ങൾക്കില്ല. ഇത്രയും കാര്യങ്ങൾ വൊക്കാബ്സിൽ വരുന്നതാണ്. സിനോണിംസ് ഉണ്ട്, ഫ്രേസിൽ അല്ല, വൊക്കാബ്സ് ആന്റോണിംസിൽ വരുന്നുണ്ട്, ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വൊക്കാബുലറിയിൽ വരുന്നതാണ്. ഈ വൊക്കാബുലറി പഠിക്കാനായിട്ട് നമ്മൾ ഒരു സെഷൻ എടുക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത് എന്താണെങ്കിലും കാണും. ലാസ്റ്റ് നമ്മുടെ കഴിഞ്ഞ KS-ന്റെ എക്സാമിന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതല്ലാതെ സെഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. വൊക്കാബ്സിന്റെ ഈ സിനോണിംസിന്റെയും ആന്റോണിംസും വൊക്കാബുലറി ഇഡിയംസും ഫ്രേസസിന്റെ ഒരു സെപ്പറേറ്റ് സെഷൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഇഡിയംസും ഫ്രേസസും ഒരു ട്രിക്ക് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഓർത്തിരിക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ വൺസ് പഠിച്ചത് മറന്നു പോവാതിരിക്കാനായിട്ട് ഒരു ട്രിക്ക് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ സെഷനൊക്കെ എന്താണെങ്കിലും മിസ്സാക്കാതെ തന്നെ നിങ്ങൾ കാണുക. അപ്പോ ഈ വൊക്കാബുലറി പിന്നെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ക്ലാസ് എടുക്കും, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറയും. നിങ്ങൾ തന്നെ ഇത് മാക്സിമം പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ വൊക്കാബുലറി. നമുക്ക് എവിടെ നിന്നൊക്കെ വേർഡ്സ് പുതിയത് കിട്ടാവോ അത്രയും പഠിക്കാം.
കാരണം ബാക്കി ഇപ്പൊ ഗ്രാമർ ടോപ്പിക്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് വൺസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൂടുതലൊന്നും പഠിക്കാനില്ല. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നൗൺ നമ്മൾ പഠിച്ചു. നൗൺ പഠിച്ചിട്ട് അതിനകത്ത് റൂൾസ് നമ്മൾ കുറച്ച് റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. നൗൺ എന്താണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. മാക്സിമം ക്വസ്റ്റൻസ് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 100 വേർഡ്സ് പഠിച്ചിട്ട് പോയാൽ ഒന്നും വരണമെന്നില്ല, യാതൊരു നിർബന്ധമില്ല. വേറൊരു കുട്ടി അവര് ഒരു 20 വേർഡ്സ് ആയിരിക്കും പഠിച്ചിരിക്കുന്നത്. പുതിയ 20 വേർഡ്സ് ആയിരിക്കും. അതിൽ നിന്ന് ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻസ് കിട്ടിയാലായി. അപ്പൊ നമുക്ക് ഇതെല്ലാം നമ്മള് ഒരു ലക്ക് പോലെ ഇരിക്കും. ഇത്ര ക്വസ്റ്റ്യൻസ് വരുമോ അല്ലെങ്കിൽ ഇത്ര വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മാക്സിമം എത്ര വേർഡ്സ് പഠിക്കാമോ അത്രയും പഠിക്കാം. നമ്മൾ നന്നായിട്ട് നമ്മൾ പറയില്ലേ ഹൈലി എക്യുപ്ഡ് ആയിട്ട് വെൽ എക്യുപ്ഡ് ആയിട്ട് പോകുന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ തന്നെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും നമ്മൾ പഠിച്ചു പോവാം. പ്രത്യേകിച്ച് വൊക്കാബുലറി. ഓക്കെ, അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന വൊക്കാബുലറി അല്ലെങ്കിൽ ഈ സിനോണിംസ് ആന്റോണിംസ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മാക്സിമം ഇപ്പൊ ഡെയിലി നിങ്ങൾ അതിനൊരു ടാർഗറ്റ് വെക്കുക. അതായത് ഒരു ദിവസം ഇന്ന ദിവസം ഒരു 5 വേർഡ്സ്, കൂടുതലൊന്നും വേണ്ട, ഒരു 5 വേർഡ്സ് പഠിച്ചാൽ അത്രയുമായി. 5 വേർഡ്സ് പഠിക്കുക. പഠിക്കുമ്പോൾ ഓരോ വേർഡ് എടുത്തിട്ട് അതിന്റെ സിനോണിംസ് ഒരു 3 സിനോണിംസ് എങ്കിലും പഠിക്കുക, അതിന്റെ 2 ഓപ്പോസിറ്റ്സും പഠിക്കുക. അപ്പൊ ഒരു വേർഡ് പഠിക്കുമ്പോൾ 5 വേർഡ്സിന്റെ ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ മാക്സിമം നമ്മുടെ വൊക്കാബുലറി കൂട്ടിക്കൊണ്ട് വരിക. പിന്നെ ഈ വൊക്കാബുലറിയുടെ കാര്യം ഞാൻ നമ്മുടെ ക്ലാസ്സിന്റെ സമയത്ത് ഒന്നുകൂടി പറയാം. പക്ഷെ ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഈ സിനോണിംസും ആന്റോണിംസും ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, മാക്സിമം നമ്മളിപ്പോ ഒരു വേർഡ് അല്ലെങ്കിൽ ഇപ്പൊ 2 വേർഡേ പഠിച്ചിട്ടുള്ളൂ, ആ വേർഡ് നമ്മുടെ അന്നത്തെ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയും ഉൾപ്പെടുത്താൻ നോക്കുക. നിങ്ങൾ തന്നെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോഴോ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു, അപ്പൊ അതിന് ഒരു ക്യാപ്ഷൻ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇടുന്നു അതിനൊരു ക്യാപ്ഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും നേരിട്ട് സംസാരിക്കുമ്പോഴോ എങ്ങനെയും ഈ ഒരു വേർഡ് നിങ്ങൾക്ക് അന്നത്തെ ഒരു കോൺവെർസേഷനിലോ അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുന്ന രീതിയിൽ നിങ്ങൾ തന്നെ ഒരു സെന്റൻസ് അതിനകത്ത് ബിൽഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു വേർഡ് നിങ്ങൾ യൂസ് ചെയ്യും. അപ്പൊ പിന്നീട് അത് മറന്നു പോകാതിരിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മൾ ക്യാപ്ഷൻ ഇട്ടോ അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് ഇട്ട ഒരു ഫോട്ടോ അതൊക്കെ വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇനിയുള്ളത് ഫ്രേസൽ വേർബ്സ്. ഫ്രേസൽ വേർബ്സ് പഠിക്കാനുണ്ട്, പ്രിപ്പോസിഷൻ വേർബ്സ് പഠിക്കാനുണ്ട്. രണ്ടും രണ്ടാണ്. ഫ്രേസൽ വേർബ് നമുക്ക് ഇപ്പോ എന്താ പറയാ, ഫ്രേസൽ വേർബിൽ നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ഒരു വേർബ് അതിന്റെ കൂടെ എന്തെങ്കിലും ഇപ്പം ഫ്രേസൽ വേർബില് പറയാണ് ലുക്ക് ആഫ്റ്റർ. ഓക്കെ, ലുക്ക് ആഫ്റ്റർ. ഇങ്ങനെ ഫ്രേസൽ വേർബിൽ ഒരു വേർബിന്റെ കൂടെ ഒരു അഡ്വേർബ് കാണും. അപ്പൊ ഒരേ വേർബിന്റെ കൂടെ ലുക്ക് അറ്റ്, ലുക്ക് ഓൺ, ലുക്ക് ഓഫ്, ലുക്ക് ആഫ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരും. പലതിനും പല മീനിങ് ആണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലുക്ക് ആഫ്റ്റർ ഇതിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ അകത്ത് എന്താണ് അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ചെയ്യാം, ഒരു ഫില്ലർ ആയിട്ട് തരാം. ലുക്ക് ആഫ്റ്റർ ആണോ, അപ്പ് ആണോ, ഓൺ ആണോ, ഇറ്റ് ആണോ, ഏതാണെന്ന് ചോദിക്കാം. അത് മീനിങ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അതും കുറച്ച് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യും, പിന്നെ പഠിച്ചുകൊണ്ട് വരേണ്ട ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇനിയുള്ളത് എറർ കറക്ഷൻ. ഫ്രേസൽ വേർബ്സ് കഴിഞ്ഞു, പിന്നെ നമുക്ക് ഉള്ളത് എറർ കറക്ഷൻ. എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വേണേലും ചോദിക്കാം, എവിടെ നിന്ന് വേണേലും ചോദിക്കാം. എറർ കറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സിൽ നിന്ന് ടെൻസിന്ന് ചോദിക്കാം, അഡ്ജക്റ്റീവ്സിന്ന് ചോദിക്കാം, അഡ്വേർബ്സിന്ന് ചോദിക്കാം, റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ്, ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്, പിന്നെ നമ്മുടെ പിന്നെ ഏതാണ് പ്രിപ്പോസിഷൻസ്, കോൺകേർഡ്, പ്രോനൗൺസ്, ഇതിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഇത് തരാത്ത ടോപ്പിക്സ് നൗൺ ചോദിക്കാം, നൗണിന്നും ചോദിക്കാം. അപ്പൊ അതും നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകും കേട്ടോ. എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ നൗണിൽ നിന്നൊക്കെ വരാം, ഇവിടെ നിന്ന് ഏത് ടോപ്പിക്കിൽ നിന്നും വരാം. എറർ സ്പോട്ടിംഗ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ടോപ്പിക്കിന്റെ കൂടെ ഒന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നില്ല, അതല്ലാതെ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു 5-6 ടോപ്പിക്സ് കഴിഞ്ഞിട്ട് നമുക്ക് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു ഇപ്പൊ ഒരു 3 ടോപ്പിക്സ് കഴിഞ്ഞു, ഒരു എറർ സ്പോട്ടിംഗ് സെഷൻ തരാം, ലൈവായിട്ടും അല്ലാണ്ട് റെക്കോർഡായിട്ടും ഒക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, ദെൻ അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിന്റെ കൂടെ തന്നെയാണ് നമുക്ക് ഈ ഒരു കാര്യം പഠിക്കാനുള്ളത്, നമ്മുടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ. അതായത് നമുക്കറിയാം സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്, ഗുഡ്, ബെസ്റ്റ്, ബെറ്റർ, ബെസ്റ്റ്, ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്, ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇങ്ങനെ ഇതാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. അത് നമുക്കൊരു ലിസ്റ്റ് ആയിട്ട് എടുത്ത് പഠിക്കണം. പിന്നെ അതിന്റെ കൂടെ നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും അതിന്റെ കുറച്ച് റൂൾസും കൂടെ പഠിക്കണം. റൂൾസ് നമ്മൾ ചെറിയ ക്ലാസ്സുകളൊന്നും പഠിച്ചിട്ടില്ല, അത് നമുക്ക് പഠിക്കണം. ഓൾമോസ്റ്റ് ഒരു 8 റൂൾസ് ഓളം നമുക്ക് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമുക്ക് പഠിക്കാനുണ്ട്. 8 to 10 റൂൾസോളം നമുക്കുണ്ട്.
പിന്നെ adjectives രണ്ട് ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. 2 types of adjectives. അപ്പൊ നമുക്ക് ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം. ആദ്യം adjectivesന്റെ ബേസ് എടുത്തിട്ട് റൂൾസും കൂടെ നോക്കാം. അപ്പൊ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ നമുക്ക് തീർക്കാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് adverbsഉം ഈ verb എടുത്തിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത് കേട്ടോ. verb കഴിഞ്ഞിട്ടാണ് നമ്മൾ adverbsന്റെ ഈ ഒരു ടോപ്പിക്കും കൂടെ നമ്മൾ നോക്കുന്നത്. verbന് ശേഷം adverb എടുക്കുള്ളൂ. ഓക്കെ. പിന്നെ വരുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. റിപ്പോർട്ടഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും ഇത് പഠിക്കണേൽ നമ്മൾ ടെൻസ് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പൊ ഇതിലൊരു പാറ്റേൺ നോക്കിക്കേ. അതായത് നമ്മൾ ആദ്യം വേർബ് പഠിക്കുന്നു, വേർബിന് ശേഷം നമ്മൾ പഠിക്കുന്നതാണ് ടെൻസസ്. ടെൻസ് കഴിഞ്ഞിട്ടേ നമ്മൾ ആക്റ്റീവും പാസീവും എടുക്കുള്ളൂ. അതുപോലെ ഡയറക്റ്റും ഇൻഡയറക്റ്റും എടുക്കുള്ളൂ. ഓക്കെ. ഇത് രണ്ടും ഒക്കെ എങ്ങനെ വേണം? ടെൻസ് കഴിഞ്ഞിട്ട് വേണം ഡയറക്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ആക്റ്റീവ് പാസീവ് എടുക്കാം. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ചിലപ്പോൾ ക്ലാസ് റെക്കോർഡ് സെഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ റെക്കോർഡ് സെഷൻ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളിപ്പോ വേർബ് എന്താ എനിക്ക് അറിയാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യരുത്. വേർബിന്റെ ക്ലാസ് കൂടി കഴിഞ്ഞിട്ടേ ടെൻസ് എടുക്കാവുള്ളൂ. ടെൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ടെൻസും കഴിഞ്ഞിട്ടേ പിന്നെ ആക്റ്റീവോ പാസീവോ അല്ലെങ്കിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ. വേർബും ടെൻസും അത് കഴിഞ്ഞിട്ടേ ടെൻസ് നോക്കാവുള്ളൂ. ടെൻസ് കഴിഞ്ഞിട്ട് ആക്റ്റീവ് പാസീവ് നിങ്ങൾ നോക്കാവുള്ളൂ. ഞാൻ ഓർഡറിൽ തന്നെ ആയിരിക്കും ക്ലാസ് ഇടുന്നത്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടും ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ടെൻസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ആക്റ്റീവും പാസീവും എടുക്കാവുള്ളൂ. ഓക്കെ. കാരണം എന്നാലും നിങ്ങൾക്ക് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ. ബേസിക് ആയിട്ട് ടെൻസിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബൈഹാർട്ട് പഠിക്കാനുണ്ട്. എളുപ്പമാണ് ഇതൊക്കെ. ടെൻസിന്റെ ഓരോ സിന്റാക്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും റിപ്പോർട്ടഡ് സ്പീച്ചും അതുപോലെ ആക്റ്റീവും പാസീവും വരുന്നത്. ആക്റ്റീവും പാസീവും നമുക്ക് രണ്ട് രീതിയിൽ വരും. കൂടുതലായിട്ട് നമ്മളോട് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് വരുന്നത്. പക്ഷെ ചിലപ്പോൾ തിരിച്ചും ചോദിക്കാം. ഐഡന്റിഫൈ ദ വോയിസ് ആൻഡ് ചേഞ്ച്. ഇപ്പൊ ആക്റ്റീവ് വന്നിട്ട് പാസീവിലേക്കും പാസീവ് വന്നിട്ട് ആക്റ്റീവിലേക്കും മാറ്റാനായിട്ട് വരാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. Then auxiliary verb നമുക്ക് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. ഈ വെർബിന്റെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അതുപോലെ കോൺകോർഡ്, നമ്മുടെ ഈ കോൺകോർഡ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആണ്. അവിടെയും വെർബിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ഓക്സിലറി വെർബ് ഇടുന്നത്, ഓക്സിലറി വെർബിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ ടാഗ്. ഷോ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എല്ലാം ക്വസ്റ്റ്യൻ ഷുവർ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ടാഗ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് അതിൽ ക്വസ്റ്റ്യൻസ് വരും. അതിൽ കുറച്ച് റൂൾസേ ഉള്ളൂ. പെട്ടെന്ന് കഴിയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ അത് നമുക്ക് നോക്കണം. പിന്നെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മൾ പറഞ്ഞു. അഡ്ജക്റ്റീവ്സിന്റെ കൂടെ പഠിക്കും. പങ്ക്ച്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും അത് ജസ്റ്റ് ഫുൾ സ്റ്റോപ്പും ക്വസ്റ്റ്യൻ മാർക്കും എക്സ്ക്ലമേഷൻ ഇടാനല്ലേ. അത് മാത്രമല്ല, നമുക്കൊരു സെന്റൻസ് തന്നിട്ട് അതിൻ്റെ അകത്ത് പല ഫ്രേസുകൾ കാണും. അപ്പൊ നമ്മൾ കോമ ഇടണം, സെമി കോളൻ ഇടണം, ഫുൾ കോളൻ ഇടണം. ഇങ്ങനെ പല കാര്യങ്ങൾ, ഹൈഫിൽ ഇടേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെ പലത് അതിനകത്ത് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി പോകണം. പങ്ക്ച്വേഷന്റെ ക്ലാസ് അത് ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ ഞാൻ തരാം. ഓക്കെ. അതിനകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ നോർമൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസിലൊന്നും അധികം യൂസ് ചെയ്യാത്തതും ഉണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കണം. ദെൻ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെന്റൻസ് നമ്മൾ രണ്ട് രീതിയിൽ പഠിക്കുന്നുണ്ട്. ഒന്ന് ഈ പറയുന്ന സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട്, കോംപ്ലക്സ്. അത് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. ഒരു സെന്റൻസ് തന്നിട്ട് അത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്. ഇനി അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ സെന്റൻസിൽ തന്നെ ടൈപ്സ് ഓഫ് സെന്റൻസ്, അതായത് അസേർട്ടീവ്, ഇൻട്രോഗേറ്റീവ്, ഇംപെരറ്റീവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. അതും നമ്മൾ ഈ കൂടെ പഠിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് കണക്റ്റീവ്സ്, അതായത് നമ്മുടെ കൺജങ്ഷനിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. കണക്ടേഴ്സ്, അതിന്റെ ഡിഫറെന്റ് കണക്റ്റീവ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ കണക്ടേഴ്സ് ആണ് നമുക്കുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ പ്രപ്പോസിഷണൽ വേർബ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വേർബിന്റെ കൂടെ ഫിക്സഡ് പ്രപ്പോസിഷൻ എന്നൊക്കെ നമ്മൾ പറയാം. അതായത് ഒരു വേർബിന്റെ കൂടെ ആ ഒരു പ്രപ്പോസിഷൻ അറ്റാച്ച്ഡ് ആയിട്ട് വരും. അപ്പൊ അതിനൊരു സ്പെസിഫിക് മീനിങ് ഒക്കെ കൊടുക്കും. ഫ്രേസൽ വേർബുമായിട്ട് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ പറയുന്ന പ്രപ്പോസിഷണൽ വേർബ്സ്. പ്രപ്പോസിഷൻ എവിടേക്ക് യൂസ് ചെയ്യും? മെയിൻ ആയിട്ട് നമ്മൾ കുറച്ചധികം പ്രപ്പോസിഷൻസ് നമ്മൾ നോക്കും. പിന്നെ നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഇന്നും, ഓണും, ആക്റ്റും കുറച്ച് കൂടുതൽ നമ്മൾ നോക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് എവിടേക്ക് ഉപയോഗിക്കണം, എവിടേക്ക് ഉപയോഗിക്കാൻ പാടില്ല, അത് നമ്മൾ നോക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കോൺവേർട്ട്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. അതിന്റെ കൂടെ നമ്മൾ സബ്ജക്ട് എന്താണെന്ന് പഠിക്കും. വെർബ് കഴിഞ്ഞിട്ട് ഇതും നമ്മൾ നോക്കുകയുള്ളൂ. കാരണം വെർബിനെ പറ്റിയും പറയുന്നുണ്ട്. കുറച്ച് റൂൾസ് നമ്മൾ അതിനകത്ത് പഠിക്കും. ഓക്കെ. പിന്നെ പ്രൊനൗൺസ്
പ്രോനൗൺസ് നമുക്ക് 9 ടൈപ്പ്, ഇവിടെ സിലബസിൽ നമുക്ക് 9 ടൈപ്സ് നമ്മളോട് എടുത്ത് പറയുന്നുണ്ട്. യൂഷ്വലി നമ്മളിപ്പം SSCക്കും ബാങ്കിനും ഒക്കെ പ്രോനൗൺസ് എന്നൊരു സിലബസ് ടോപ്പിക് ഉണ്ട്. നമ്മൾ അതിനകത്ത് 8 ടൈപ്പ് പ്രോനൗൺസ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ 8 ആയിരിക്കും പഠിക്കാറുള്ളത്. പക്ഷേ ഈ പറയുന്ന കേസിന് നമുക്ക് സിലബസ് തന്നെ 9 ടൈപ്സ് എന്ന് പറയുന്നുണ്ട്. ഈ 9 ടൈപ്പ് നമ്മൾ പഠിക്കും. കാരണം ഒരു സെന്റൻസിൽ ഒരു പ്രോനൗൺ കണ്ടു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ പ്രോനൗൺ നമ്മൾ 2 സെഷൻ ആയിട്ടായിരിക്കും എടുക്കുക. ആദ്യത്തെ സെഷനിൽ എളുപ്പമാണ്, നമ്മൾ നോക്കുമ്പോൾ അത്രയേ ഉള്ളൂ, ഇതാണോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് ഈ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ. പ്രോനൗൺ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് പ്രോനൗൺ അല്ലെങ്കിൽ 9 ടൈപ്സ് നമ്മൾ പഠിക്കും. അത് ഒറ്റ ക്ലാസ്സിൽ പഠിക്കും. ആ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു സെന്റൻസിൽ ഏതാണ് പ്രോനൗൺ, അത് എന്ത് ടൈപ്പ് ഓഫ് പ്രോനൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും കൂടെ നമ്മൾ നോക്കും. അതിനുശേഷം അതിന്റെ സെക്കൻഡ് ക്ലാസ്സിലായിരിക്കും പ്രോനൗൺസിന്റെ കൂടുതലായിട്ടുള്ള റൂൾസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ദെൻ വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് ഓർഡർ. വേർഡ് ഓർഡർ സെന്റൻസ് ഓർഡർ നമുക്ക് വരുന്നത് പാരാജംബിൾസ് ആണ്. ഓക്കെ, പാരാജംബിൾസ് ആണ് നമുക്ക് വരുന്നത്. അതായത് സെന്റൻസ് റീഅറേഞ്ച്മെന്റ്, അത് ഒരു സെന്റൻസിൽ തന്നെ ഒരു സെന്റൻസിലെ പല വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തരാം, അല്ലെങ്കിൽ സെന്റൻസ് തന്നെ ഒരു പാരഗ്രാഫിലെ സെന്റൻസ് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തരാം. ഇത്രയും ടോപ്പിക്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ എറർ കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന എറർ കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ഇത് സെന്റൻസിന് വേണ്ടി നമ്മൾ പഠിച്ചു. അതല്ലാതെ നമ്മൾ പഠിക്കുന്ന എറർ കറക്ഷന് വേണ്ടിയിട്ട് നൗൺസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കാണും. ഓക്കെ, പിന്നെ ഉള്ളത് ആർട്ടിക്കിൾസ്. എറർ കറക്ഷനിൽ ആർട്ടിക്കിൾസ് വരാം. ഇതും കൂടെ നമ്മൾ എക്സ്ട്രാ അല്ല, എറർ കറക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു ചെറിയൊരു ടോപ്പിക്സ് ഉണ്ട്, കുറച്ച് റൂൾസ്. നമുക്കറിയാം ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 120 റൂൾസ് ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറിൽ നമുക്ക് ഗോൾഡൻ റൂൾസ് എന്നൊക്കെ പറയും. 120 റൂൾസ് ഉണ്ട്. അപ്പൊ ഈ 120 റൂൾസിൽ ഓൾമോസ്റ്റ് കുറെ റൂൾസ്, 50-60 റൂൾസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ വരും. 60 അല്ലെങ്കിൽ 60 to 70 റൂൾസ് ഈ പറയുന്ന ഇതിൽ വരും. ഇത്രയും ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വരും. പക്ഷേ എറർ കറക്ഷൻ എന്നൊരു ടോപ്പിക്ക് നമുക്ക് വന്നിട്ടുള്ളതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. അത് അവർക്ക് സിലബസിൽ അത് സേഫ് സൈഡാണ്, നമുക്ക് സേഫ് സൈഡ് അല്ല. കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. കാരണം എന്താണ്, എറർ കറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് തന്നിട്ടുണ്ട്. സിലബസിൽ എറർ കറക്ഷൻ ഉണ്ട്, എവിടെ നിന്ന് വേണമെങ്കിലും വരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഗ്രാമർ ബാക്കി ആ റൂൾസും കൂടെ നമ്മൾ നോക്കുക. അത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ എടുക്കും. 2-3 പാർട്ടായിട്ടായിരിക്കും എടുക്കുക. 120 റൂൾസ് എന്ന് വരുമ്പോഴത്തേക്ക് ഒരു 30 അങ്ങനെയായിരിക്കും കൂടുതലായിട്ടും എടുക്കുന്നത്. ഒരു 30 റൂൾസ് വെച്ചിട്ട് നമുക്ക് പോകാം. 30 റൂൾസിന് ഒരു 4 സെഷൻ ആകുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ അതും കൂടെ നമ്മൾ എടുത്ത് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ലൈവ് സെഷൻ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് പോകാം. ഇത്രയുമാണ് നമ്മൾ ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ ആണോ? ഇത്രയും ആണ് നമുക്ക് ടോപ്പിക്കിൽ വരുന്നത്. എളുപ്പമാണ്. പിന്നെ നമ്മൾ എല്ലാം പഠിക്കുമ്പോഴും അതിന്റെ നോട്ട്സ് ഒക്കെ ആണെങ്കിലും എല്ലാം വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം എളുപ്പമുള്ള രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. സിമ്പിൾ ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഏറ്റവും എളുപ്പമുള്ള രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുക. നോട്ട്സ് ഒക്കെ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഒരു 2-3 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ വന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, പ്രീവിയസ് ഇയർ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. ലാസ്റ്റ് KS എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് മതി. 3 അല്ലെങ്കിൽ മാക്സിമം 4, അതിൽ കൂടുതൽ വേണ്ട. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ ടോപ്പിക് ഒന്നും നോക്കുന്നില്ല. ജസ്റ്റ് ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്നൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഡയറക്ഷൻ നോക്കാം. Read each sentence to find out whether there is any grammatical error in it. The grammatical error. The error, if any, will be in one part of the sentence. The letter of that part is the answer. If there is no error, the answer is D. Mark your answer in the response sheet. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എറർ സ്പോട്ടിംഗ് നമുക്ക് വേണമെങ്കിൽ നോ എറർ ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ ചിലരെങ്കിലും വിചാരിക്കും, ചില കുട്ടികളെങ്കിലും വിചാരിക്കും എറർ സ്പോട്ടിംഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എറർ കാണുമല്ലോ. നിർബന്ധമില്ല, നമുക്ക് നോ എറർ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Okay. Okay. When the teacher alleged my heart was interrupted beating out of panic that I might be the victim. ഇതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ? എന്തെങ്കിലും എറർ ഉണ്ടോ?
നോക്കിക്കേ, നിങ്ങളിപ്പോ റൂൾസും കാര്യങ്ങളൊന്നും അധികം പഠിച്ചിട്ടില്ല, അധികം നിങ്ങൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് എടുക്കാത്തത്. അപ്പൊ ജസ്റ്റ് നോക്കിക്കേ, എന്തെങ്കിലും എറർ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾ കാണുമ്പോൾ ഓക്കെ, ഓ ഇതൊരു എറർ ആണ് എന്നല്ലേ മനസ്സിലാവും. ഓക്കെ, എന്തെങ്കിലും എറർ ഉണ്ടോ നോക്കിക്കേ. എറർ ഉണ്ട്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു എറർ ഉണ്ട്. അപ്പൊ നോക്കാം ഇതിൻ്റെ അകത്ത് എന്താണ് എറർ എന്ന്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു, നമുക്ക് ഈ ഒരു ലെവൽ ആയിരിക്കും യൂഷ്വലി വരുന്നത്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഈ ഒരു പാറ്റേൺ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ വരാനാണ് ചാൻസ് കൂടുതൽ. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ ബി അല്ല, ബിയിലാണ് എറർ ഉള്ളത്. മൈ ഹാർട്ട് വാസ് ഇന്ററപ്റ്റഡ് ബീറ്റിംഗ് എന്ന് പറയില്ല. ഓക്കെ, യെസ്. സോ പകരം എന്ത് വരും? മൈ ഹാർട്ട് വാസ് ഇന്ററപ്റ്റഡ് ബീറ്റിംഗ് എന്ന് വരില്ല. കാരണം എന്താണ്? when the teacher alleged, ആ ഒരു പാർട്ട് കറക്റ്റ് ആണ്, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ്. ബി പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മൈ ഹാർട്ട് വാസ് ഇന്ററപ്റ്റഡ് ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇന്ററപ്റ്റഡ് എന്നത് ഇവിടെ തെറ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടൊരു എക്സ്പ്രഷൻ നമുക്ക് വേണമെങ്കിൽ മൈ ഹാർട്ട് സ്റ്റോപ്ഡ് ബീറ്റിംഗ് അല്ലെങ്കിൽ മൈ ഹാർട്ട് സ്കിപ്ഡ് എ ബീറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ എന്താണ് ഇവർ കറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ ഇതിൽ ഏത് വേണമെങ്കിലും വരാം. ഓക്കെ, സോ ഇന്ററപ്റ്റഡ് ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിവിടെ തെറ്റാണ്. ഓക്കെ, ബാക്കി എല്ലാ ഫ്രേസും ഇവിടെ കറക്റ്റ് ആണ്. ഔട്ട് ഓഫ് പാനിക് ദാറ്റ് ഐ മൈറ്റ് ബി ദ വിക്ടിം, ഇത് കറക്റ്റ് ആണ്. സോ ഒന്നെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം, മൈ ഹാർട്ട് സ്റ്റോപ്ഡ് ബീറ്റിംഗ്, അല്ലെങ്കിൽ മൈ ഹാർട്ട് സ്കിപ്ഡ് എ ബീറ്റ്. മൈ ഹാർട്ട് സ്കിപ്ഡ് എ ബീറ്റ്, ഇതിലേതെങ്കിലും എടുക്കാം. ഓക്കെ, യെസ്. ഇനി 52nd 52ാമത്തെ question. She needs to concentrate herself on her error. ഇതിൽ ഏതാണ് എറർ പാർട്ട്? ഏതാണ്? യെസ്, ഇതിൽ ഏതായിരിക്കും എറർ പാർട്ട്? ഇവിടെയും ബി പാർട്ട് തന്നെയാണ് എറർ. കാരണം ഈ ബി പാർട്ടിൽ നമ്മൾ പ്രോനൗൺ പഠിക്കും ഈ ഹെർസെൽഫ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്നാണ് പറയാം. റിഫ്ലെക്സീവ് പ്രോനൗൺ. ഓക്കെ, സോ ഇവിടെ റിഫ്ലെക്സീവ് പ്രോനൗൺ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷി നീഡ്സ് ടു കോൺസെൻട്രേറ്റ് ഓൺ ഹെർ എന്ന് മതി. അപ്പോൾ അത് നമ്മൾ പഠിക്കും, കോൺസെൻട്രേറ്റ് ഓൺ എന്ന് മതി, കോൺസെൻട്രേറ്റ് ഹെർസെൽഫ് എന്ന് വേണ്ട. റൂളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും, റിഫ്ലെക്സീവ് പ്രോനൗൺ എന്താണെന്ന് പഠിക്കും, അതിന്റെ റൂളും പഠിക്കും. ഇത് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡയറക്ഷൻ നമുക്ക് നോക്കാം. ഇൻ ഈച്ച് ക്വസ്റ്റ്യൻ ബിലോ ദർ ഈസ്, ഈ 4 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളൂ കേട്ടോ, കൂടുതലായിട്ട് നമ്മളത് പഠിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ആ ഒരു പാറ്റേൺ കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇൻ ഈച്ച് ക്വസ്റ്റ്യൻ ബിലോ ദർ ഈസ് എ സെന്റൻസ് ഓഫ് വിച്ച് സം പാർട്സ് ഹാവ് ബീൻ ജംബിൾഡ് അപ്പ്. Rearrange these parts which are labeled P, Q, R and S to produce the correct sentence. Choose the proper sequence and mark your response in the sheet. Okay. I saw, after having an hour of long gazing, a beautiful, unmatched, invaluable sweet, my grandma who has happened to be. Okay. I saw ഏത് വരും ഫസ്റ്റ്? ഓക്കെ, പി ക്യു ആർ എസ്. ഇതില് ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? നമ്മുടെ 53rd ക്വസ്റ്റ്യൻ. I saw, after having an hour വരില്ല. I saw my grandma എന്ന് വരാം, പക്ഷെ ഇവിടെ ആർ ആദ്യം വരുന്ന ഒരു ഓപ്ഷനും ഇല്ല. Who has stopped to be അതും ഇല്ല. പിന്നെ ഏതാണ്? ക്യൂ ആണ് ഫസ്റ്റ് വരുന്നത്. സോ ആദ്യത്തെ സെന്റൻസ് പറഞ്ഞാൽ ക്യൂ ആണ്. ക്യൂവിന് 2 ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. I saw, അടുത്ത ഏതായിരിക്കും? I saw a beautiful, unmatched, invaluable sweet after having an hour of long gazing
my grandma who has happened to be. ഇവിടെ എങ്ങനെ വരും കറക്റ്റ് ആയിട്ട്? I saw a beautiful, unmatched, invaluable, sweets. Okay. ആദ്യത്തെ കിട്ടി, നമുക്ക് Q ആണെന്ന് കിട്ടി. അടുത്ത എന്ത് വരും? My grandma കഴിഞ്ഞിട്ടേ my grandma കഴിഞ്ഞിട്ടാണോ who has happened to be എന്ന് വരുന്നത്? അതോ my grandma ആണോ ആദ്യം വരുന്നത്? നമുക്ക് നോക്കാം. Who has happened to be my grandma? ആ സെന്റൻസ് ഓക്കെ. എസ് കഴിഞ്ഞിട്ടേ ആറ് വരുള്ളൂ. ക്യൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എസ് കഴിഞ്ഞിട്ടേ ആറ് വരുള്ളൂ. Who has happened to be my grandma? Okay. Yes. ഇനി അടുത്ത ഏത് വരും? എസ് മാറും. ആറ് ഏറ്റവും ലാസ്റ്റ് അല്ലേ? കാരണം ഫസ്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. ആൻഡ് ബാക്കി ഹു ഹാസ് ഹാപ്പൻ ടു ബി അത് കഴിഞ്ഞിട്ടേ മൈ ഗ്രാൻഡ്മ വരുള്ളൂ. അപ്പൊ പിന്നെ ലാസ്റ്റ് കിടക്കുന്ന ഏതാ? മൈ ഗ്രാൻഡ്മ അല്ലേ? യെസ്. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ ഇങ്ങനെ സി എടുക്കാം. ഇതെങ്ങനെയാണ് വന്നത് നമുക്ക് നോക്കാം. I saw a beautiful, unmatched, invaluable, sweet who has happened to be my grandma after having an hour of long gazing. Invaluable, sweet. Okay, so QPSR. അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സോറി ഒരു ചെറിയ എസ് ആറ് ഈ ലാസ്റ്റേ വരുള്ളൂ. ഇവിടെ ചെറിയൊരു ഞാൻ പറഞ്ഞതിൽ മാറിപ്പോയി. എ ബ്യൂട്ടിഫുൾ, അൺമാച്ച്ഡ്, ഇൻവാല്യുബിൾ, സ്വീറ്റ് after having an hour of long gazing who has happened to be my grandma. ഇതാണ് കറക്റ്റ്. ഞാൻ പറഞ്ഞപ്പോ ഒന്ന് മാറിപ്പോയതാണ് കേട്ടോ. സി ആണ് കറക്റ്റ്. യെസ്, ഒന്നുകൂടി ഞാൻ പറയാം. I saw a beautiful, unmatched, invaluable, sweet after having an hour of long gazing who has happened to be my grandma. 3S and 4. ഇതാണ് കറക്റ്റ് ഓർഡർ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓർഡർ കണ്ടുപിടിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ നമുക്ക് മനസ്സിലായില്ലേ? അതായത് ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. ഓക്കെ, and 54th. Read the following 4 sentences and rearrange them to make a coherent and logical paragraph. After deciding the sequence, mark your answer in the response sheet. 54th one. നമുക്ക് നോക്കാം. Some money had to be sent to my parents. After that, I spent almost an hour at the post office. Therefore, I went to bank to withdraw some money. However, I had no money with me. Yes. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതില് ഏതാണ് which sentence should come third in the paragraph? ഇതില് മൂന്നാമതായിട്ട് വരേണ്ടത് ഏത് സെന്റൻസ് ആണ്? ഓക്കെ, യെസ്, നമുക്ക് നോക്കാം ഇതില് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂന്നാമത് വരുന്നത് ഏതാണ്. ഈ മൂന്നാമത്തെ സെന്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് മൂന്നാമത്തെ മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് മൂന്നാമത് മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടാണ് നോക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഓക്കെ ഈ മൂന്നാമത്തെ മാത്രം എന്ന് പറയില്ല. ഓർഡർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഏതാണ് തേർഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഏതാണ് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. Some money had to be sent to my parents. After that, I spent almost an hour at the post office. Therefore, I went to bank to withdraw some money. However, I had no money with me. ഇതില് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആഫ്റ്റർ ദാറ്റ് എന്ന് പറയുമ്പോൾ എന്തോ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അത് ഫസ്റ്റ് സെന്റൻസ് ആവില്ല. therefore എന്ന് പറഞ്ഞാൽ അതും ഫസ്റ്റ് സെന്റൻസ് വരില്ല. എന്തിന്റെ റീസൺ പറയുകയാണ്. then പിന്നെ ഏതായിരിക്കും ഫസ്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ? Some money had to be sent to my parents. കുറച്ച് പൈസ ആ പേരൻസിന് അയച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തതോ നമ്മുടെ നീഡ് ആണ് പറയുന്നത്. ആദ്യത്തെ സെന്റൻസിൽ നീഡ് എന്താണെന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് നീഡ് ഇതാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഏതാണ്?
However, I had no money with me. കുറച്ച് പൈസ അയച്ചു കൊടുക്കണം, പക്ഷെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. അതുകൊണ്ട് I went to bank to withdraw some money. എൻ്റെ പൈസയൊന്നുമില്ല, കുറച്ച് പൈസ അയച്ചു കൊടുക്കണം പേരൻസിന്, പക്ഷെ എൻ്റെ പൈസയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ബാങ്കിൽ പോയി ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ആഫ്റ്റർ ദാറ്റ് ഐ സ്പെൻഡ് ഓൾമോസ്റ്റ് an hour at പോസ്റ്റ് ഓഫീസ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മണിക്കൂറോളം പോസ്റ്റ് ഓഫീസിൽ ചെലവഴിച്ചു. അപ്പോ ഏതായിരിക്കും നമ്മളോട് ചോദിച്ച ഓർഡർ? ഇതാണ് 1432. അതായത് ഫസ്റ്റ് വരുന്നത് some money had to be sent to my parents. However, I had no money with me. Therefore, I went to bank to withdraw some money. After that, I spent almost an hour at the post office. 4. 4 സെന്റൻസ് കിട്ടി. ആൻഡ് തേർഡ് വൺ ഏതാണ്? ഈ മൂന്നാമത് കിടക്കുന്ന തന്നെയാണ് തേർഡ് വൺ. സോ സി ആണ് തേർഡ് സെന്റൻസ്. ഓക്കെ അല്ലേ? അടുത്തത് ഇതും കൂടെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. Read the following four sentences and rearrange them to make a coherent and logical paragraph. After deciding the sequence, mark your answer in the response sheet. നോക്കിക്കേ ഇത് എങ്ങനെയായിരിക്കും? ഓക്കെ, സോറി, സെയിം സെന്റൻസ് തന്നെയാണ്. യെസ്, ഇപ്പൊ നമ്മൾ ചെയ്ത സെന്റൻസ് തന്നെയാണ്. ഇതിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഇതിനകത്ത് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ കറക്റ്റ് ഓർഡറിൽ മാത്രം ഇട്ടാൽ മതി. നമ്മൾ ഓൾറെഡി തേർഡ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. തേർഡിൽ വരുന്ന ഇതാണ്. 55, 56 അങ്ങനെയാണ് നമ്മൾ ബാക്കി നോക്കുന്നത്, 57 വരെ. ഓക്കെ, നമുക്ക് നോക്കാം. Which sentence should come third in the paragraph? ഓർഡർ ഒന്നുകൂടെ നമുക്ക് എഴുതാം, അപ്പൊ നമുക്ക് എളുപ്പമാണ്. Some money had to be sent to my parents. ഫസ്റ്റ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, അങ്ങനെ ഡയറക്ഷൻ ഡയറക്റ്റ്ലി കോപ്പി ചെയ്തെടുക്കുകയാണ് ഇത്. 1. അടുത്ത ഏതാണ്? However, I had no money. Then this is third and fourth. So third sentence എന്ന് പറഞ്ഞ ഏതാണ്? ഇതിനകത്ത് തേർഡ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ യെസ്, തേർഡ് സെന്റൻസ് സി. Come first എന്ന് പറഞ്ഞാൽ അതും 1 തന്നെയാണ്. സോ എ, നമ്മൾ എ മാർക്ക് ചെയ്യും. Then which sentence should come fourth in the paragraph? നാലാമത് വരുന്നത് സെക്കൻഡ് ആണ്. സോ then സെക്കൻഡ് ആയിട്ട് വരുന്ന സെന്റൻസ് എന്ന് പറഞ്ഞാൽ അത് 4 ആണ്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യും. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, യെസ്. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാൽ മതി. കാരണം ബാക്കി എന്തെങ്കിലും ടോപ്പിക്കിലേക്ക് ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു സെന്റൻസ് എറർ സ്പോട്ടിങ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ടോപ്പിക് ഒന്ന് നോക്കണം, എന്നാലും നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആകുള്ളൂ. ഇതൊക്കെയാണെങ്കിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല, പ്രീവിയസ് നോളജ് ലെവൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. പ്രീവിയസ് ലെവൽ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ലെവൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് സെഷൻസ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം, നമ്മുടെ കേസിന്റെ ഗ്രൂപ്പിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ സമയത്താണല്ലോ ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, അപ്പൊ നമുക്ക് പഠിക്കാം അല്ലേ? ഓക്കെ, സോ താങ്ക് യു. അടുത്ത ക്ലാസ് മുതൽ കുറച്ചുകൂടെ ഉഷാറായിട്ട് വരിക. ഇംഗ്ലീഷിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ബുക്ക് എടുക്കുക കേട്ടോ. അതിലൂടെ നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്ട്സും ഒക്കെ എഴുതാതെ ഇംഗ്ലീഷിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ഒരു ബുക്ക് എടുക്കുക. പഠിപ്പിക്കുമ്പോൾ ജസ്റ്റ് ഈ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ അതൊക്കെ ഓക്കെ. പക്ഷെ കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ അതേപോലെ നോട്ട് ഇനിയും തരുന്ന അതേപോലെ ആക്കാതെ പറയുമ്പോൾ എന്താണോ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ടായിട്ട് എഴുതി വെക്കാനായിട്ട് നോക്കാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു, ബൈ. ഓക്കെ.